ഒന്നും പറയാനില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ആ ഒരു കരിമിഴി കണ്ണാലെ ആൽബത്തിനകത്തിലെങ്കിലും നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഹഗ് ചെയ്തിട്ടും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെയുള്ള അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് വൈഫ് വല്ലോ പറഞ്ഞു? വൈഫ് ഇല്ല. അതിന്റെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അതില് റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നാളെ വേറൊരു ആള് ഡയറക്ടർ ഒരു മൂവിയിൽ കിട്ടി, ആ ഡയറക്ടർ പറയണ വലിയൊരു നമ്മളെക്കാട്ടിയും വലിയൊരു ആക്ടറാണ് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അവര് ജസ്റ്റ് പറയണ് അടുത്ത സീന് നീ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ വെക്കണ സീനാ പറഞ്ഞാൽ സിനിമ കിട്ടിയ ഒരാളെന്താ ചെയ്യാ? അയ്യോ പറ്റില്ല, എന്റെ ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മൾ അതേതാണ് എന്റെ വീട്. എന്നെ സംബന്ധിച്ച് സിനിമയും ആൽബം എല്ലാം സെയിം ആണ്. എനിക്ക് അഭിനയമാണ്. സോ എനിക്കിപ്പോ ഒരു ഷോർട്ട് ഫിലിം വന്നാലും സിനിമ വന്നാലും വലിയ സിനിമ വന്നാലും ആൽബം വന്നാലും എല്ലാം ഞാൻ ഒരേ ലെവലിൽ, അതായത് എന്നെ സംബന്ധിച്ച് അഭിനയം എന്ന ഒരു മേഖല പല രീതിയിലുള്ള, ഇപ്പൊ ഞാൻ നാടകത്തിൽ ചെയ്യുന്നു, അതും അഭിനയമാണ്. സോ എല്ലാം ഒരുപോലെയാണ്. ഇപ്പം റീലിലാണേലും റീല് മാത്രം നമുക്കൊരു, പണ്ട് ദാസേട്ടൻ പറഞ്ഞ പോലെ റീലിൽ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, നമുക്കൊരു കുറച്ച് എന്താ പറയാ അതിരൊക്കെ ഉണ്ട്. പക്ഷെ സിനിമയും ആൽബം ഒന്നും അങ്ങനല്ല. കാരണം ഈ പ്രതീഷിന്റെ വൈഫിന് അറിയാം, പ്രതീഷിന്റെ വൈഫിന് അറിയാം പ്രതീഷിന്, അതുപോലെ പ്രതീഷിന്റെ വൈഫിന് ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, ഈ കുട്ടി നന്നായിട്ട് ഒരു നടനാകണമെന്ന് ആ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. ആ കുട്ടി അതുകൊണ്ടല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. വേറെ ആൾക്കാർ അങ്ങനെ സമ്മതിച്ചു എന്ന് വരില്ല. കറക്റ്റാ പറഞ്ഞത്, സമ്മതിച്ചു എന്ന് വരില്ല. ആ കുട്ടി നല്ല, അതുകൊണ്ടല്ലേ എന്നോട് മിണ്ടുന്നത്. ആ കുട്ടി എപ്പോഴും എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കും.